കുറച്ച് ജമ്പ് ചെയ്ത് കളിച്ചോ. മോളെ മോക്ക് ഡാൻസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛൻ വല്ല കലാമണ്ഡലത്തിലും കൊണ്ട് ചേർക്കില്ലായിരുന്നു. എവളെടുത്ത് നിന്നൊക്കെ ഡാൻസ് പഠിച്ചിറങ്ങിയല്ലേ എൻ്റെ അമ്മയെ പോലെ നീ ഒരു ലോക തോൽവിയായി പോവും. മാളു ഇവിടെ ശ്രദ്ധിച്ച് പഠിക്കേ. കൈയെത്തുന്നിടത്ത് മനസ്സെത്തണം. അല്ലാതെ മനസ്സ് തളർത്താൻ വരുന്നവരെ മൈൻഡ് ചെയ്യാൻ പോയാലേ കണ്ണും കൈയും മനസ്സൊക്കെ പല വഴിക്ക് പോകും. എന്താടി നീ എനിക്കിട്ടും താങ്ങിയാണല്ലോ. അങ്ങനെ തോന്നിയോ ശരത്തേട്ടന്? എന്താടി എൻ്റെ സംസാരത്തിലൊക്കെ ഒരു അഹങ്കാരം. ആ കുറച്ച് നാൾ പാവായിട്ട് ജീവിച്ചല്ലേ, ഇനി കുറച്ച് അഹങ്കാരിയായിട്ട് ജീവിക്കാന്ന് വിചാരിച്ചു. അടി വാങ്ങണ അച്ഛന്റെ ഗതിക്ക് മോള് കാണേണ്ടി വരും. എവിടെ നിന്നാണ് എനിക്ക് ഇത്ര ധൈര്യം കിട്ടിയത്? ശരത്തിന് ഒരു ദാക്ഷിണ്യമില്ല. മറുതുണിക്ക് മറുതുണിയിലെ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഇനി ഇറക്കി വിട്ടാലും ഞാൻ ഇവിടെ കരഞ്ഞ് കാല് പിടിച്ച് പഴയതുപോലെ കിടക്കുന്നു വിചാരിക്കേണ്ട ശരത്തേട്ടാ. ഞാൻ പോവും. നീ എവിടെ പോവും? ഒരു ഗതിക്കും പരഗതിയില്ലാതെ നിന്റെ വീട്ടിൽ ഇറങ്ങി പോണെന്ന് വിചാരിച്ചു കഴിഞ്ഞാലേ വീട്ടിലേക്ക് തന്നെ പോണമെന്നില്ല. ഈ ലോകം പരന്ന് കിടക്കല്ലേ, ഞാൻ വേറെ എവിടേക്കെങ്കിലും പോവും. പക്ഷെ ഇനി ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതെന്റെ മോളെയും കൊണ്ടേ ഞാൻ ഇറങ്ങുള്ളൂ. അതിന് മാളും നിന്റെ മാത്രം മോളല്ലല്ലോ. ആ നിങ്ങളുടെ മോള് തന്നെയാ. അതുകൊണ്ട് തന്നെയാ അവളിനി ഈ വീട്ടിൽ ജീവിച്ചു വളരാൻ പാടില്ല. എന്നെ പോലെ സെൽഫ് റെസ്പെക്ട് ഇല്ലാണ്ട് അതെന്താന്ന് മനസ്സിലാക്കാണ്ട് അവളിവിടെ ജീവിക്കാൻ പാടില്ല. അവള് ലോകം കണ്ടു വളരണം. അവൾ എന്റെ കൂടെ മറ്റുള്ളവരെങ്ങനെ പരസ്പരം ബഹുമാനിച്ച് ജീവിക്കുന്നത് കണ്ടു വളരണം. നിനക്കെന്തിന് രാവിലെ പ്രാന്തായ കഴുത? ഓ ഒരു ചായ ഇട്ടിട്ട് ചെല്ലി. കൊച്ചു നിൽക്കുന്നുണ്ട്, എന്നാ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇനി ഇവിടെ കിടന്ന് ഷോ ഇറക്കിയ ചവിട്ടി നട്ടല്ലി ഞാൻ ഓടിക്കും. പിന്നെ നീ ഡാൻസ് കളിക്കുന്ന എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണാം. മോള് പേടിക്കണ്ട, അച്ഛന് തമാശ അടിച്ചല്ലേ. ഓടി പോയി ചായ ഇട്ടിട്ടോ.